നമസ്കാരം. കൃഷിയിടത്തിൽ പാർവതിക്ക് 100-ൽ 100 മാർക്കാണ്. നെല്ലും പതിരും വേർതിരിച്ച് തന്റെ കൃഷിയിടത്തിൽ തൊട്ടതിലെല്ലാം പൊന്നു വിളയിച്ച് മുന്നേറുകയാണ് ഈ കുട്ടി കർഷക. പഠനത്തോടൊപ്പം തന്നെ കൃഷിയും മുന്നോട്ട് കൊണ്ടുപോകുന്ന പാർവതി എന്ന 10ാം ക്ലാസ്സുകാരിയാണ് തന്റേതായ ശൈലിയിൽ കൃഷി ചെയ്ത് സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമാകുന്നത്. നെല്ല് മുതൽ ഔഷധ സസ്യങ്ങൾ വരെ പാർവതിയുടെ കൃഷിയിടത്തിലുണ്ട്. പഠനത്തിന്റെ ഇടവേളകളിലെല്ലാം തന്റെ കൃഷിയിടത്തിൽ ആനന്ദം കണ്ടെത്തുകയാണ് ഈ മിടുമിടുക്കി. പഠനം മാത്രമല്ല, പഠനത്തോടൊപ്പം തന്നെ കുട്ടികൾക്ക് തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മറ്റ് ജോലികളും ചെയ്യാം എന്ന് സ്വന്തം പ്രയത്നത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് പാർവതി. കൃഷിയിടത്തിൽ പാർവതിക്ക് തന്റേതായ രീതികളുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ കൃഷിയിടത്തിലിറങ്ങി സംയോജിത കൃഷിരീതികൾ പരീക്ഷിച്ച പാർവതിയെ തേടി ഇപ്പോൾ സംസ്ഥാന വിദ്യാർത്ഥി കർഷക അവാർഡും എത്തിയിരിക്കുകയാണ്. ചേർത്തല ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പാർവതി. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് തെക്കുംതറയിൽ സജിമോന്റെയും സീനോ ബാലകൃഷ്ണന്റെയും മകളാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ സജിമോന്റെ സഹായത്തോടെ 30 ബാഗുകളിൽ പച്ചക്കറി വിളകൾ കൃഷി ചെയ്താണ് പാർവതി കൃഷിയിൽ ആദ്യാക്ഷരം കുറിച്ചത്. പിന്നീട് അങ്ങോട്ട് കൃഷിയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയായിരുന്നു ഈ പെൺകുട്ടി. കരയിൽ രക്തശാലി നെൽകൃഷി, 40-ലധികം ഔഷധ സസ്യങ്ങൾ, വിവിധ ഫലവൃക്ഷങ്ങൾ, കുറ്റിക്കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, വാഴ, ചേമ്പ്, കാച്ചിലടക്കം കൃഷിയിടത്തിലുണ്ട്. ആട്, കരിങ്കോഴി, പടുതാക്കുളത്തിൽ മത്സ്യകൃഷി, അസോള തുടങ്ങിയവയും, മുളക്, പാവൽ, പയർ, പീച്ചിൽ, കുക്കുംബർ, ചോളം, പയർ കൃഷി, ചീര, മുളക്, തക്കാളി, വെണ്ട, വഴുതന തുടങ്ങി വിവിധ പച്ചക്കറി വിളകളും കൃഷിയിടത്തിലുണ്ട്. ജില്ലാതല കുട്ടിക്കർഷക അവാർഡ്, കുട്ടിക്കർഷക കൃഷി ദർശൻ അവാർഡ്, സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ അക്ഷയശ്രീ പുരസ്കാരം, PT ചാക്കോ ഫൗണ്ടേഷൻ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഈ ചെറുപ്രായത്തിൽ പാർവതിയെ തേടി എത്തിയിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരി ഓമൽ ശ്രീയും കൃഷിയിടത്തിൽ കൂട്ടായുണ്ട്.